പാർലമെൻറ്റിൻ്റെ ബജറ്റ് സെഷൻ പൂർത്തീകരിച്ചാൽ ഉടനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഇത് പ്രഖ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. BJP സംബന്ധിച്ചുള്ള അവർ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. രാമക്ഷേത്രം തുറന്നു കൊടുത്തു, പിന്നെ അദ്വാനിക്ക് ഭാരതരത്നം കൊടുത്തു, വാരണാസിയിലെ ഗ്യാൻവാബി പള്ളിയിൽ പൂജ തുടങ്ങി, മറ്റ് കലാപരിപാടികളൊക്കെ ഏറെക്കുറെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ദേശീയ പൗരത്വ രജിസ്റ്റർ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കും എന്ന് പറയുന്നു. അത് നടപ്പാക്കിയാലും നടപ്പാക്കിയില്ലെങ്കിലും ഏറെക്കുറെ തുല്യഫലമാണ്. ഒരു അന്തരീക്ഷം വളരെ വ്യക്തമായി കഴിഞ്ഞു. തീവ്ര ഹിന്ദുത്വ അജണ്ടയുമായിട്ട് നരേന്ദ്രമോദി വീണ്ടും ജനങ്ങളെ സമീപിക്കുകയാണ്. ഞാൻ പറയാമെന്നത് വാജ്പേയി നമ്മുടെ അദ്വാനിയെക്കുറിച്ചോ മോഡിയെക്കുറിച്ചോ അല്ലെങ്കിൽ BJPയെക്കുറിച്ചോ അല്ല, അത് പ്രതിപക്ഷത്തെക്കുറിച്ചാണ്. ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഇന്ത്യ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സഖ്യം രൂപീകരിച്ചു. അതിൻ്റെ തുടക്കം കണ്ടപ്പോൾ ഇത് BJPക്കെതിരെ വലിയ വെല്ലുവിളി ഉയർത്തിയില്ലെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷമായിട്ടെങ്കിലും മാറാൻ വേണ്ടത്ര സീറ്റുകൾ നേടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സംഭവിച്ചത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഈ രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യം സംരക്ഷിക്കുന്നതിന്, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്ത ബോധമുള്ളൊരു പ്രതിപക്ഷം അനിവാര്യമാണ്. ഇത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ആവശ്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. ഭരണകർത്താക്കൾ കാണിക്കുന്ന കൊള്ളനയമുകൾ ചൂണ്ടിക്കാണിക്കാൻ, അവരെ നിശിതമായി ചോദ്യം ചെയ്യാൻ, വിരൽ ചൂണ്ടി സംസാരിക്കാൻ സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും പ്രതിപക്ഷം അനിവാര്യമാണ്. ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് സാർ ഐവർ ജെന്നിങ്സ് നൽകുന്ന ഉത്തരം: ഇംഗ്ലണ്ടിൽ എഴുതപ്പെട്ട ഭരണഘടനയില്ല, മൗലികാവകാശങ്ങളില്ല. കേവല ഭൂരിപക്ഷം കൊണ്ട് പാർലമെൻറ്റിന് ഏത് നിയമവും ഭേദഗതി ചെയ്യും. ബ്രിട്ടീഷ് പാർലമെൻറ്റിന് സ്ത്രീയെ പുരുഷനാക്കാനോ പുരുഷനെ സ്ത്രീയാക്കാനോ ഒഴിച്ച് ബാക്കി എന്തിനും അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പോലെ ജുഡീഷ്യൽ റിവ്യൂ അവിടെയില്ല. ഇംഗ്ലണ്ടിൽ ഒരു കോടതിക്കും പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അസ്ഥിരപ്പെടുത്താനായിട്ട് അധികാരമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും പൗരാവകാശങ്ങൾക്ക് വലിയ കോട്ടം തട്ടിയിട്ടില്ല എന്ന ചോദ്യത്തിന് ജെന്നിങ്സ് പറയുന്ന ഉത്തരം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇംഗ്ലണ്ടിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് പത്രങ്ങളാണ്. ജെന്നിങ്സ് പുസ്തകം എഴുതുന്ന കാലത്ത് ഇലക്ട്രോണിക് മീഡിയ അത്ര പ്രബലമായിട്ടില്ല. മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ധാരണ ഉണ്ടായിട്ടില്ല. അതിനൊക്കെ മുമ്പ് പുള്ളി മരിച്ചുപോയി. പത്രങ്ങളുടെ സ്വാധീനം. രണ്ടാമത്, പ്രതിപക്ഷത്തിൻ്റെ നിതാന്തമായ ജാഗ്രത. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഓരോ വീഴ്ചയും പ്രതിപക്ഷം ഉടനെ തന്നെ ചൂണ്ടിക്കാണിക്കും. അതാണ് പ്രതിപക്ഷ ധർമ്മം. അപ്പോൾ ഈ പ്രതിപക്ഷം ദുർബലമായി കഴിഞ്ഞാൽ പൗരാവകാശങ്ങൾ അപകടത്തിലാവും. സർക്കാരിൻ്റെ സമഗ്രാധിപത്യ പ്രവണത വർദ്ധിക്കും. പലതരത്തിലുള്ള അപകടങ്ങൾ രാജ്യത്തുണ്ടാവും. അപ്പോൾ ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ദൗത്യം. പ്രതിപക്ഷക്കാർക്ക് എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രതിപക്ഷം ദുർബലമാകാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു സഖ്യം ഉണ്ടാകണം എന്നാഗ്രഹിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് വെറും ഒരു സഖ്യം കൊണ്ട് നരേന്ദ്രമോദി തോൽപ്പിക്കാം അല്ലെങ്കിൽ BJPയെ മലത്തി അടിക്കാം എന്നൊന്നും വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ 2024 ഒരു സഖ്യം ഉണ്ടാക്കി സഹകരിച്ച് പ്രവർത്തിക്കുകയും 29 ആകുമ്പോഴത്തേക്കും ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കുറച്ച് നന്നാവുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഈ സഖ്യം രൂപീകരിച്ചു, എല്ലാവരും കൈ കൊടുത്തു, ചായയും കുടിച്ചു, ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് പിരിഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു ഉന്നതാധികാര കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്തോട്ട് കല്ലുകടി തുടങ്ങി. CPM ഈ കമ്മിറ്റിയിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നെ ഇതിൻ്റെ കൺവീനർ ആരാണ്, ചെയർമാൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഒടുവിൽ മല്ലികാർജുൻ ഖാർഗെയെ ചെയർമാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴും മറ്റ് സംവിധാനങ്ങളൊക്കെ അമാദിക്കുകയാണ്. ഇതിനിടയിലാണ് നിതീഷ് കുമാർ നിന്ന നിപ്പിൽ മറുകണ്ഠം ചാടി BJPയുടെ മച്ചമ്പിയായിട്ട് മാറി. അധികം വൈകാതെ നമ്മുടെ ദീദിയും മുന്നിനെ തള്ളിപ്പറഞ്ഞു. കോൺഗ്രസ്സിന് നക്കാപ്പിച്ച സീറ്റുകൾ പോലും കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായില്ല. അങ്ങനെ അത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഇവർ ഇന്ത്യ മുന്നണി മരിച്ചു, ആദരാഞ്ജലികൾ എന്ന് നാട്ടുകാരെ അറിയിച്ചു. മാത്രമല്ല, ഒരു വലിയ കൊള്ളിവാക്കൂടി പറഞ്ഞു: ഈ മുന്നണിക്ക് അല്ല കോൺഗ്രസ്സിന് 40 സീറ്റ് പോലും രാജ്യത്ത് കിട്ടുകയില്ല എന്ന്. അതൊരു ശാപമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്ര പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ കക്ഷി 40 സീറ്റ് പോലും കിട്ടാതെ പാർലമെൻറ്റിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം എത്ര ദുർബലമായി എന്നുള്ളത് കൂടാതെ നമ്മുടെ അവകാശങ്ങൾ എന്തുമാത്രം
അപകടത്തിലായി എന്നുള്ളൊരു ചോദ്യം കൂടെ അതിനകത്തുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ചതും അല്ലെങ്കിൽ മമതാ ബാനർജിയെ സഖ്യത്തിൽ നിന്ന് പുറത്തു കടത്തിയതും ശിവസേനയെ രണ്ടാക്കി പിളർത്തിയതും NCPയെ പിളർത്തിയതും ഇനി മറ്റ് പല പാർട്ടികളെയും പിളർത്താൻ തയ്യാറായി നിൽക്കുന്നതും ഒക്കെ ഈ BJPക്കാരുടെ കരാളഹസ്തങ്ങളാണ്. അമിത്ഷായും JP നഡ്ഡയും നരേന്ദ്രമോദി കൂടി ആലോചിച്ചിട്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ അജണ്ട തീരുമാനിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഈ സഖ്യം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് എന്താണ് അതിന് ദീർഘായുസ് നേരെ നല്ല അർത്ഥമുണ്ടോയെന്ന് അറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് വേണ്ടവരെങ്കിലും നല്ലെന്ന് കാണണം എന്ന് മാത്രം ആഗ്രഹിക്കും. അല്ലാതെ എന്താ ആഗ്രഹിക്കാനാണ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.